Hello friends, അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഹിക്യൂഷന്റെ iDS-7200HUHI-M1FA എന്ന് പറഞ്ഞ ഒരു DVR ആണ്. ഈ ഒരു DVRന്റെ ബ്രോഷർ എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഹിക്യൂഷൻ തന്നെ കൊടുത്തേക്കുന്നത് 5 MB DVR എന്നാണ്. പക്ഷേ നമ്മൾ ഈ ഒരു DVRന്റെ ബോക്സിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്നത് up to 8 MB എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വന്നില്ലേ? അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കണ്ടാൽ മതി. അപ്പോൾ എല്ലാവർക്കും നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു DVRൻ്റെ അൺബോക്സിങ് മാത്രമല്ല, ഈ DVRനെ പറ്റി അത്യാവശ്യം വേണ്ട എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ ഒരു അൺബോക്സിങ് വീഡിയോനേക്കാളും കുറച്ച് ലെങ്തി ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റായിട്ട് നമുക്ക് ഈ ഒരു DVRൻ്റെ മോഡൽ നമ്പർ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് 7200HUHI എന്നാണ് വരുന്നത്. അതായത് ഹിക്യൂഷൻ്റെ ഒരു ഏത് മോഡൽ നമ്പർ ആണെങ്കിലും, അതായത് ഹിക്യൂഷൻ്റെ ക്യാമറ ആയിക്കോട്ടെ DVR ആയിക്കോട്ടെ, ഏത് മോഡൽ നമ്പർ ആണെങ്കിലും അതിനൊരു കറക്റ്റായിട്ടുള്ളൊരു മീനിങ് ഉണ്ട്. ഇപ്പോൾ 72 എന്ന് തുടങ്ങുന്ന DVR ഒക്കെ ഓൾമോസ്റ്റ് എല്ലാ DVRും മെറ്റൽ ബോഡി DVRകളായിരിക്കും. 71 തുടങ്ങുന്നതൊക്കെ ആയിരിക്കും പ്ലാസ്റ്റിക്കിൽ വരുന്ന DVRകൾ. ഇനി മറ്റൊരു കേസ് വരികയാണെങ്കിൽ നമ്മുടെ 5 മെഗാ പിക്സൽ DVR HUHI എന്നാണ് അവസാനിക്കുന്നത്, HUHI. അതേസമയം നമ്മുടെ 2 മെഗാ പിക്സൽ DVR ആയിക്കോട്ടെ HQHI എന്നായിരിക്കും വരിക. ഇനി 1 MB ആണെങ്കിലോ അത് HGHI എന്നായിരിക്കും. അതായത് 1 മെഗാ പിക്സൽ HGHIയും 2 മെഗാ പിക്സൽ HQHIയും 5 മെഗാ പിക്സൽ HUHIയും ആയിരിക്കും. അപ്പോൾ ഈ ഒരു DVRൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഇതിൻ്റെ H265 കംപ്രഷൻ ടെക്നോളജി. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന കംപ്രഷൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ H264 ആയിരുന്നു. അപ്പോൾ H265ൻ്റെ മറ്റൊരു പേരാണ് ഹൈ എഫിഷ്യൻസി വീഡിയോ കോഡക്. അപ്പോൾ ഇതൊരു 50% കൂടുതൽ സ്പേസ് നമുക്ക് ഹാർഡ് ഡിസ്കിൽ ലാഭിക്കാൻ പറ്റുമെന്ന് മാത്രമല്ല, വീഡിയോയുടെ ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ചെയ്യുന്നുമില്ല. അപ്പോൾ ഇത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ടെക്നോളജിയാണ്. അപ്പോൾ ഈ ഒരു DVR അക്യൂസെൻസ് ബേസ്ഡ് ടെക്നോളജിയാണ്. അക്യൂസെൻസ് പറഞ്ഞാൽ ഹിക്യൂഷൻ്റെ ഇൻ്റലിജൻറ്റ് അനാലിസിസ് ടെക്നോളജിയാണ്. അതായത് ഈ ഒരു DVRൽ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാമറകളാണ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ക്യാമറകൾക്ക് മനുഷ്യനെയും അതുപോലെ കാറുകളെയും, അതുപോലെ തന്നെ കാറുകളെന്ന് വെച്ചാൽ വാഹനങ്ങളെ, അതുപോലെ തന്നെ മറ്റുള്ള വസ്തുക്കളിൽ നിന്ന് 3 ആയിട്ടും തരംതിരിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട്. അപ്പോൾ ആ ഒരു ടെക്നോളജിയിലാണ് നമ്മൾ അക്യൂസെൻസ് ടെക്നോളജി എന്ന് പറയുന്നത്. അതായത് മനുഷ്യൻ, വാഹനങ്ങൾ, മറ്റുള്ളവ എങ്ങനെ 3 ആയിട്ട് തരംതിരിക്കാനുള്ള കഴിവ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഈ ബോക്സിൽ ഈ ഒരു DVRനോടൊപ്പം വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഓരോ സാധനങ്ങളൊന്ന് ജസ്റ്റ് പരിചയപ്പെടാം. ഇതൊരു സാറ്റ പവർ കോഡാണ്, നമ്മുടെ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പവർ കോഡാണ് മദർ ബോർഡിലേക്ക്. ഇത് നമ്മുടെ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാറ്റ കേബിളാണ്. ഇത് ഒരെണ്ണം മാത്രമേ ഇതിൻ്റെ ഒപ്പം ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു DVR ഒരു ഹാർഡ് ഡിസ്ക് മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. പിന്നെ ഇത് നമ്മുടെ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ സ്ക്രൂ ആണ്. പിന്നെ ഇതിൻ്റെ അഡാപ്റ്ററാണ്. അപ്പോൾ ഇതൊരു 2 ആംപിയർ അഡാപ്റ്ററാണ് ഇതിനോടൊപ്പം വരുന്നത്. 12 വോൾട്ടാണ് പവർ, 12 വോൾട്ട് DC ആണ്. അപ്പോൾ നമ്മൾ DVRലേക്ക് കൊടുക്കുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ബാറ്ററി പവർ തന്നെയാണ്, DC ഔട്ട്പുട്ടാണ് ഇതിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാം DVRൻ്റെ ഒപ്പം വരുന്ന അഡാപ്റ്ററുകൾക്കൊന്നും വാറണ്ടി ഇല്ല. അപ്പോൾ അഡാപ്റ്റർ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും അത് 12 വോൾട്ട് മാത്രം പോരാ, അതിനകത്ത് 2 ആംപിയറും കൂടെ ഉണ്ടോ എന്നുള്ള കാര്യം നോക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രോബ്ലം ചിലരെങ്കിലും പറഞ്ഞിട്ടുണ്ട്. അത് ഹിക്യൂഷൻ്റെ മാത്രമല്ല, എല്ലാ DVRകളിലും ഹാർഡ് ഡിസ്ക് കറങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം കുറച്ചുകൂടെ പവർ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ 12 വോൾട്ട് അഡാപ്റ്റർ മാത്രമായിട്ട് നോക്കി വാങ്ങിച്ചിട്ട് കാര്യമില്ല. 12 വോൾട്ട് 2 ആംപിയർ ആയിരിക്കണം. അതിപ്പം 4 ചാനൽ DVR ആണെന്നുണ്ടെങ്കിൽ 12 വോൾട്ട് 1.5 ആംപിയർ ആണ് വരുന്നത്. പിന്നെ ഈ ഒരു DVRൽ നമുക്കൊരു വയേർഡ് മൗസ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ റാക്കിൻ്റെ ഉള്ളിലൊക്കെയാണ് ഈ ഒരു DVR എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വയർലെസ് മൗസ് ആവശ്യമായിരിക്കും. കാരണം നമുക്ക് വയേർഡ് മൗസിന് അത്ര ലെങ്ത് കിട്ടില്ലല്ലോ. അപ്പോൾ ഈ ഒരു DVR നമ്മൾ 8 ചാനലിൻ്റെ DVR ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് 8 BNC പോർട്ടുകൾ വരുന്നുണ്ട്. നമുക്ക് 8 HD ക്യാമറകൾ ഇതിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന മറ്റൊരു പോർട്ടുണ്ട്, അത് BNC പോലെ തന്നെ ഇരിക്കുന്നതാണ്, പക്ഷേ അത് വീഡിയോ ഔട്ടാണ്. നമ്മുടെ പണ്ടത്തെയൊക്കെ TVയിലേക്കൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പോർട്ടാണത്. അപ്പോൾ ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നത് ഒരു HDMI പോർട്ട് വരുന്നുണ്ട്. HDMI പോർട്ടിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് തൊട്ടടുത്തായിട്ടൊരു VGA പോർട്ടെന്ന് എഴുതിയിട്ടുണ്ട്.
അപ്പോൾ HDMIയിലായിരിക്കും എപ്പോഴും ഹയർ റെസൊല്യൂഷൻ വരിക. 4K റെസൊല്യൂഷനൊക്കെ ഔട്ട്പുട്ട് കിട്ടുന്നത് HDMIയിൽ മാത്രമാണ്. VGAയിൽ 1080p ഫുൾ HD ആയിരിക്കും റെസൊല്യൂഷൻ വരിക. അപ്പോൾ ഇത് സൈമിൾട്ടേനിയസ് വീഡിയോ ഔട്ട്പുട്ടാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 മോണിറ്റർ ഒരേ സമയം HDMIയിലും VGAയിലും കണക്ട് ചെയ്താലും യാതൊരു പ്രോബ്ലവും ഇല്ല. ആ 2 മോണിറ്റർ ഒരേ സമയത്ത് തന്നെ നമുക്ക് ഡിസ്പ്ലേയിൽ കിട്ടും. പിന്നെ ഇതിൽ നമുക്ക് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ മോഡവുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോർട്ടാണ് RJ45 പോർട്ട്. പിന്നെ ഈ ഒരു DVR നമുക്ക് 4 മൈക്കുകൾ കണക്ട് ചെയ്യാവുന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്കിപ്പോൾ അറിയാം എല്ലാ ക്യാമറകളും പുതുതായിട്ട് വരുന്നത് ഹിക്യൂഷൻ്റെയൊക്കെ കോയാക്സിൽ ഓഡിയോ സപ്പോർട്ട് വരുന്നതാണ്. അതായത് നമുക്ക് ഇൻബിൽഡ് മൈക്കുള്ള ക്യാമറകളാണ് പുതിയതായിട്ട് വരുന്നതെല്ലാം. അപ്പോൾ അതിനുവേണ്ടി പ്രത്യേകിച്ച് നമ്മളൊരു കേബിളൊന്നും കുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ പഴയ മോഡൽ ക്യാമറകളിൽ വേണമെങ്കിൽ പഴയ രീതിയിലുള്ള മൈക്ക് സെറ്റപ്പ് നമുക്കിതിനകത്ത് 4 മൈക്ക് വരെ കണക്ട് ചെയ്യാവുന്ന ഓപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഔട്ട്പുട്ട് മാത്രമേ ഉള്ളൂ, ഓഡിയോ ഔട്ട്പുട്ട് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊരു മെറ്റൽ ബോഡി ആയിട്ടുള്ള ഒരു DVR ആണ്. 72 സീരീസ് എല്ലാം തന്നെ മെറ്റൽ ബോഡിയാണ് വരിക. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള നല്ല സ്റ്റൈലിഷ് ഡിസൈനാണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ ഹിക്യൂഷൻ എന്ന് പറഞ്ഞൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലൊരു 3 LED ഇൻഡിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് ഒന്നാമത്തെ LED ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ DVR പവർ ഓൺ ആണോ ഓഫ് ആണോ എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തത് നമ്മുടെ ഹാർഡ് ഡിസ്ക് സ്റ്റാറ്റസ് ആണ് കാണിക്കുന്നത്. അതായത് ഹാർഡ് ഡിസ്ക് വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ LED ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. മൂന്നാമത്തെ LEDയുടെ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് നെറ്റ്വർക്ക് സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഇൻ്റർനെറ്റ് നമ്മുടെ കറക്റ്റായിട്ട് DVRൽ കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു മൂന്നാമത്തെ LED ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഇതിൽ കൊടുത്തേക്കുന്നത് ഒരു USB പോർട്ടാണ്. ഇത് USB 2.0 ആണ്. ഇത് മൗസൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു USB പോർട്ടാണ്. അപ്പോൾ ഇതിൽ ഫ്രണ്ടിൽ കൊടുത്തേക്കുന്ന USB പോർട്ടിനേക്കാൾ വേഗത കൂടുതൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൊടുത്തേക്കുന്ന USB പോർട്ടിനായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, കാരണം അതാണ് USB 3.0, ഇത് USB 2.0 ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു DVRൻ്റെ സ്പെസിഫിക്കേഷനെ പറ്റി നമുക്ക് DVR എടുത്തിങ്ങനെ നോക്കുമ്പോൾ കാണുന്നത്. പിന്നെ ഈ DVRൻ്റെ ഒരു സീരിയൽ നമ്പറും മോഡൽ നമ്പറും എല്ലാം ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടൊരു സ്റ്റിക്കർ പതിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു DVR നമുക്ക് 10 ടെറാബൈറ്റ് ഹാർഡ് ഡിസ്ക് വരെ സപ്പോർട്ട് ചെയ്യും. സിംഗിൾ ഹാർഡ് ഡിസ്ക് തന്നെയാണ് 10 ടെറാബൈറ്റ് സപ്പോർട്ട് ചെയ്യുക. 2 ഹാർഡ് ഡിസ്ക് ഒന്നും ഈ ഒരു DVRൽ സപ്പോർട്ട് ചെയ്യില്ല. പിന്നെ ഈ ഒരു DVR നമുക്ക് വാൾ മൗണ്ട് ചെയ്യാനുള്ള ഓപ്ഷനൊന്നുമില്ല. നമുക്ക് ഭിത്തിയിൽ ആണി അടിച്ച് തൂക്കിയിടാനൊന്നും പറ്റില്ല. ഇത് റാക്കിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ടേബിളിൻ്റെ മുകളിലോ എടുത്ത് വെക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ ഒരു DVR ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഒരു DVRൻ്റെ സൈസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന് 9.5 ഇഞ്ച് വീതി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ നീളം വരുന്നത് 12.4 ഇഞ്ചാണ്. അപ്പോൾ ഇതൊരു 1U DVR ആണെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 1.8 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു DVRനെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബ്രോഷർ ഒന്ന് നോക്കണം. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഹിക്യൂഷൻ്റെ ഈ ഒരു DVRൻ്റെ ബ്രോഷറാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം 4 ചാനൽ DVRും 8 ചാനൽ DVRും 16 ചാനൽ DVR ഒക്കെ ഈ ഒരു 7200 സീരീസിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്രോഷർ അവർ തന്നിരിക്കുന്നത് 4 ചാനൽ DVRനും 8 ചാനൽ DVRനും ഒരു ബ്രോഷർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ 7204 എന്ന് കൊടുത്തേക്കുന്നത് 4 ചാനൽ DVR എന്നാണ്. ഇത് 7208 8 ചാനൽ DVR ആണ്. ഇതിൽ ചില സ്ഥലങ്ങളിലൊക്കെ 2 തമ്മിൽ വ്യത്യാസമുണ്ട്. ബേസിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ചാനൽ DVRും 8 ചാനൽ DVRും തമ്മിലുള്ള ആകെ വ്യത്യാസം ആ ഒരു 8 ക്യാമറ 8 ചാനൽ DVR സപ്പോർട്ട് ചെയ്യുന്നുള്ളതും 4 ക്യാമറയാണ് 4 ചാനൽ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ രണ്ടെണ്ണത്തിനോട് കൂടിയിട്ട് ഒരു ബ്രോഷർ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ബ്രോഷറിൽ നോക്കുമ്പോൾ ഇത് ഫേസ് പിക്ചർ കമ്പാരിസൺ സപ്പോർട്ട് ചെയ്യുന്ന ഒരു DVR ആണെന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ താഴേക്ക് വരുമ്പോൾ ഇതാണ് എല്ലാവർക്കും ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നാവുന്ന ഒരു കാര്യം, അതായത് ഇതിൻ്റെ എൻകോഡിങ് റെസൊല്യൂഷൻ. അപ്പോൾ ഇതൊരു ടർബോ വെച്ചിട്ട് DVR ആണ്, നമ്മൾ നേരത്തെ സംസാരിച്ചതാണ്. അപ്പോൾ അതായത് 8 MB ക്യാമറ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, 5 MB സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി 2 MB വേണമെങ്കിൽ 2 MBയും 3 MB വേണമെങ്കിൽ 3 MB ക്യാമറ ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ക്യാമറ കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. അതായത് DVR ഓട്ടോമാറ്റിക് അത് ഏത് റെസൊല്യൂഷനിലുള്ള ക്യാമറയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വർക്ക് ചെയ്തോളും. അപ്പോൾ നമുക്കൊരു DVRൽ നമുക്ക് മിക്സ് ചെയ്തിട്ട് പല റെസൊല്യൂഷനുള്ള ക്യാമറകളൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ വീഡിയോ തുടങ്ങിയപ്പോൾ ഏറ്റവും ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യത്തിലേക്ക് എത്തുവാണ്. അതായത് 4 ചാനൽ DVR ആണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു മോഡലിൽ വരുന്ന 4 ചാനൽ DVR ആണെങ്കിൽ ആദ്യത്തെ ഒരു ചാനൽ മാത്രമേ ഉള്ളൂ 8 MB റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുള്ളൂ. ബാക്കിയുള്ള എല്ലാം 8 MB ലൈറ്റ് റെസൊല്യൂഷനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ടും ലൈറ്റ് സപ്പോർട്ടും ചെയ്തതിനെപ്പറ്റി ഒരു വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. 1080p എന്താണെന്നും 1080n എന്താണെങ്കിലും. അപ്പോൾ ഇത് 8 MB ലൈറ്റ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഹാഫ് ദി
റെസൊല്യൂഷൻ ഓഫ് 8 MB എന്നാണ് അർത്ഥം. അതായത് 8 MBയുടെ പകുതി റെസൊല്യൂഷൻ മാത്രമേ അതിനകത്ത് കാണാൻ സാധ്യതയുള്ളൂ. അപ്പോൾ 8 MB ഫുൾ സപ്പോർട്ട് കിട്ടുന്നത് നമുക്ക് എവിടെയാണ്? ആ ഒന്നാമത്തെ ചാനലിൽ മാത്രമാണ് 4 ചാനൽ DVRൽ വരിക. അപ്പോൾ നമ്മുടെ 8 ചാനൽ DVR സപ്പോർട്ട് ചെയ്യുന്നത് ആദ്യത്തെ 2 ചാനലുകളിൽ മാത്രമായിരിക്കും 8 MB ഫുൾ സപ്പോർട്ട് ഉണ്ടായിരിക്കുക. ബാക്കിയുള്ള എല്ലാ ചാനലുകളും 8 MB ലൈറ്റ് റെസൊല്യൂഷൻ ആയിരിക്കും സപ്പോർട്ട് ചെയ്യുക. ഇതിൽ നിന്നും നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ നമ്മുടെ ഇതിൻ്റെ വീഡിയോ ബിറ്റ് റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 32 kbps മുതൽ 10 Mbps വരെ സപ്പോർട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡ്യുവൽ സ്ട്രീം സപ്പോർട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇതിൽ ഓഡിയോയും വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യും. പിന്നെ നമ്മൾ IP ക്യാമറയുടെ സപ്പോർട്ട് വരുമ്പോൾ, അതായത് നമ്മുടെ ഈ ഒരു DVR IP ക്യാമറയും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ടൈപ്പിലുള്ള DVR ആണ്. അപ്പോൾ അത് 4 ചാനലാണെങ്കിൽ, നമ്മൾ വയ്ക്കുന്നത് 4 ചാനലാണെങ്കിൽ നമുക്ക് 2 IP ക്യാമറ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 8 ചാനലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 IP ക്യാമറ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇനി ഇതിനകത്ത് എൻഹാൻസ്ഡ് IP മോഡ് ഓൺ എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാകും നമ്മുടെ DVRൻ്റെ സെറ്റിങ്സിൽ പോകുമ്പോൾ. അപ്പോൾ എൻഹാൻസ്ഡ് IP മോഡ് ഓൺ ആണെങ്കിൽ നമുക്ക് 4 എണ്ണം വരെ നമുക്ക് IP ക്യാമറകൾ കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ 4 ചാനൽ DVR നമുക്ക് 4 IP ക്യാമറയും 4 HD ക്യാമറയും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ക്യാമറയുടെ റെസൊല്യൂഷൻ എപ്പോഴും കുറവായിട്ടായിരിക്കും ആ ഒരു എൻഹാൻസ്ഡ് IP മോഡിൽ അത് വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ 8 ചാനൽ DVR ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻഹാൻസ്ഡ് IP മോഡ് ഓൺ ആക്കിക്കൊണ്ട് 8 IP ക്യാമറയും 8 നോർമൽ ക്യാമറ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു 16 ചാനലിൻ്റെ DVR ആയിട്ട് നിങ്ങൾക്ക് അതിനെ മാറ്റാൻ പറ്റും. റെസൊല്യൂഷൻ എന്ന് പറയുന്നത് എപ്പോഴും കുറവായിരിക്കും എൻഹാൻസ്ഡ് IP മോഡിൽ വരിക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് HD TVI ഇൻപുട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, AHD ഇൻപുട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, HD CVI ഇൻപുട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, CVBS സപ്പോർട്ടുണ്ട്, അതുപോലെ CVBS ഔട്ട്പുട്ടും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ HD TVI ഇൻപുട്ടിൽ മാത്രമാണ് 8 MB റെസൊല്യൂഷൻ സപ്പോർട്ടുള്ളത്. ബാക്കി നമ്മൾ HD ആണ് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് 5 MB ആണ് വർക്ക് ചെയ്യുന്നത്. HD CVI ആണെന്നുണ്ടെങ്കിൽ 4 MB സപ്പോർട്ടാണുള്ളത്. അതായത് നമുക്ക് ഹിക്വിഷൻ്റെ DVRും ഹിക്വിഷൻ്റെ ക്യാമറയും വയ്ക്കുമ്പോൾ മാത്രമാണ് ഈ ഒരു DVR 8 MBയിൽ വർക്ക് ചെയ്യുന്നത്. മറ്റ് കമ്പനി ക്യാമറകൾ വയ്ക്കുമ്പോൾ അത് 5 MBയിലും 4 MBയിലുമാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ AHD ക്യാമറ പൊതുവെ വരാറുള്ളത് നമ്മുടെ D-Link പോലെയുള്ള കമ്പനികളുടെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്യാമറയാണ് നിങ്ങൾ വയ്ക്കുന്നതെങ്കിൽ അത് 5 MB ആണ് സപ്പോർട്ട് വരിക. ഇനിയിപ്പോൾ HD CVI എന്ന് പറയുന്നത് പൊതുവെ വരുന്നത് നമ്മുടെ ദഹുവയുടെ ക്യാമറകളായിരിക്കും. അപ്പോൾ ദഹുവയുടെ ഒരു 8 MB ക്യാമറ കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇതിനകത്ത് കൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. ദഹുവയുടെ HD CVIയിൽ വർക്ക് ചെയ്യുന്ന ഒരു ക്യാമറയാണ്. ആ ഒരു ക്യാമറ നമ്മൾ ഈ ഒരു DVRൽ കൊണ്ട് കണക്ട് ചെയ്താൽ അത് നിങ്ങൾക്ക് മാക്സിമം കണക്ട് ചെയ്യാൻ പറ്റുന്നത് എവിടെയാണ്? 4 MP ക്യാമറകൾ വരെ മാത്രമാണ്. അതായത് HD TVI എന്നുള്ള ടെക്നോളജി ഉപയോഗിക്കുന്ന ക്യാമറ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു DVRൽ 8 MB സപ്പോർട്ട് തരുള്ളൂ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അല്ലാതെ നമുക്ക് HD ക്യാമറ 8 MB നമ്മൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യില്ല. അത് 5 MB വരെ മാത്രമാണ് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ ബ്രോഷർ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പിന്നെ നമ്മൾ ഈ താഴേക്ക് വരുമ്പോൾ ഇതിനകത്ത് HDMI ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഈ ഒരു ഓപ്ഷൻ കൊടുത്തേക്കുന്നതാണ് നമ്മുടെ ഈ 8 ചാനൽ DVRൻ്റെ കൊടുത്തേക്കുന്നത്. ഇതാണ് നമ്മുടെ 4 ചാനൽ DVRൻ്റെ കൊടുത്തേക്കുന്നത്. അപ്പോൾ 4 ചാനൽ DVR 4K സപ്പോർട്ടൊന്നും തരുന്നില്ല, 2K സപ്പോർട്ട് മാത്രമേ തരുന്നുള്ളൂ. 8 ചാനലാണ് 4K സപ്പോർട്ട് നമുക്ക് തരുന്നത്. അപ്പോൾ നമുക്കിവിടെ പല റെസൊല്യൂഷൻസ് ഇവിടെ ഇങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട്. അത് 4K കൊടുത്തിട്ടുണ്ട്, 2K കൊടുത്തിട്ടുണ്ട്, 1920 അതായത് 1080p റെസൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബേസിക് ഡിസ്പ്ലേ റെസൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലിരിക്കുന്ന TV അല്ലെങ്കിൽ മോണിറ്റർ ഏത് റെസൊല്യൂഷനിൽ വരുന്നതാണോ ആ റെസൊല്യൂഷൻ അനുസരിച്ച് നമുക്ക് നമ്മുടെ DVRൻ്റെ റെസൊല്യൂഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ ഇതെല്ലാം കറക്റ്റായിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ താഴേക്ക് വരുമ്പോൾ ഇവിടെ വൈഫൈ എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു DVR വൈഫൈ സപ്പോർട്ട് കിട്ടും എന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഹിക്വിഷനിൽ ചോദിക്കുകയാണെങ്കിൽ ഇതുവരെ ഹിക്വിഷൻ്റെ ഒരു ഫേംവെയർ ഇത് സപ്പോർട്ട് ചെയ്യുന്നൊരു ഫേംവെയർ നമ്മുടെ കേരളത്തിൽ അവൈലബിൾ ആയിട്ടില്ല. അതുകൊണ്ട് ആരും വൈഫൈ ഡോങ്കിളൊന്നും ഇപ്പോൾ പർച്ചേസ് ചെയ്യേണ്ടതില്ല. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ അതിന് സപ്പോർട്ട് വരുമായിരിക്കുന്നതാണ് ഞാൻ ഹിക്വിഷനിൽ വിളിച്ചപ്പോൾ മനസ്സിലാക്കിയത്. പിന്നെ ഈ ഒരു DVRൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ പവർ കൺസംഷനാണ്. അപ്പോൾ ഇവിടെ 4 ചാനലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ 10 വാട്ട്സ് പവർ കൺസംഷൻ ഉണ്ടായിരിക്കും. 8 ചാനലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 15 വാട്ടായിരിക്കും പവർ കൺസംഷൻ. അത് രണ്ടും ഇവിടെ എഴുതിയിരിക്കുന്നത് ഹാർഡ് ഡിസ്ക് ഇടാതെയാണ് കേട്ടോ. ഹാർഡ് ഡിസ്ക് ഇട്ടുകൊണ്ട് DVR വർക്ക് ചെയ്യുമ്പോഴത്തേക്കും പവർ കൺസംഷൻ കൂടാം. പിന്നെ ഇവിടെ കൊടുത്തേക്കുന്നത് ഈ DVRൻ്റെ വർക്കിംഗ് ടെമ്പറേച്ചറാണ്. -10 മുതൽ 55 വരെയാണ് ഇതിൻ്റെ വർക്കിംഗ് ടെമ്പറേച്ചർ. അപ്പോൾ അതിലും ഭയങ്കര ഒരു കൂടിയ ടെമ്പറേച്ചറിലേക്ക് നമ്മളിതിനെ വർക്ക് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഈ ഒരു DVR ഡാമേജ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു ബോക്സിൻ്റെ ഉള്ളിലോ റാക്കിൻ്റെ ഉള്ളിലേക്കാണ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് എയർ പാസേജ് ഉണ്ടോ എന്നുള്ള കാര്യം മസ്റ്റായിട്ടും എൻഷുർ ചെയ്യണം.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു DVRൻ്റെ പ്രത്യേകതകളായിട്ട് പറയുന്നത്. ഈ ഒരു DVRനെ പറ്റി ഇനിയും കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിലോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയൊക്കെയുള്ള ഇൻസ്റ്റലേഷൻ്റെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.